C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദിലീപിന്റെ കോഴ്സ് കഴിഞ്ഞു. മോൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തും. ഇനിയിപ്പോ ഈ വീടൊക്കെ ഇഷ്ടപ്പെടുവാവോ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? അമ്മ താമസിക്കുന്നിടത്ത് മക്കള് താമസിക്കണം, അതല്ലേ വേണ്ടത്. ഹോസ്റ്റലിൽ താമസം തുടങ്ങിയതിന് ശേഷം പല നിലവാരത്തിലുള്ള കുട്ടികളുമായിട്ടാ കൂട്ട്. ചെറിയ മാറ്റമൊക്കെ മോനുണ്ട്. ചെറിയ മാറ്റമൊന്നും അല്ല, വലിയ മാറ്റം തന്നെയാ ഉള്ളത്. അമ്മയാ ഏട്ടനെ വഷളാക്കിയത്. ഞങ്ങള് പെൺമക്കളെക്കാൾ അമ്മയ്ക്കിഷ്ടം ഏട്ടനോടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ 3 മക്കളെയും ഒരുപോലെ കണ്ടത്. എങ്കിലും കുറച്ചുകൂടെ സ്നേഹം അമ്മ കാണിച്ചത് ഏട്ടനോട് തന്നെ ആയിരുന്നു. അതിന്റെ നന്ദി അമ്മയോട് മോൻ കാണിച്ചാ മതിയായിരുന്നു. മോളിനി 1-2 പറഞ്ഞ് അവനോട് വഴക്കിടരുത്. ഞാൻ വഴക്കിനൊന്നും പോകുന്നില്ല. പിന്നെ അമ്മയുടെ കഷ്ടപ്പാട് കാണാതെ ഓരോന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. എന്റെ വീട്ടിലെ അവസ്ഥ മുഴുവൻ കേട്ടിട്ട് നീ ഇങ്ങനെ സംസാരിക്കരുത്. അമ്മയും അച്ഛനും തമ്മിൽ പൊരുത്തക്കേട് ഒരുപാടാ. ഇപ്പൊ രണ്ടാളും രണ്ടിടത്ത് താമസിക്കുന്നത്. ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഇതുപോലെയുള്ള വഴക്കൊക്കെ. അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാന്നേ. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലേക്കാ ഞാൻ കോഴ്സ് കഴിഞ്ഞു പോകുന്നത്. നിന്റെ വീട്ടിലേക്ക് വരാനും നിന്റെ ബന്ധുക്കളെയൊക്കെ കാണാനും പറ്റിയ അവസരമായിരുന്നു നിന്റെ മൂത്ത പെങ്ങളുടെ വിവാഹ ദിവസം. അതിന് നീ എന്നെ വിളിച്ചില്ല. എന്റെ പെങ്ങൾക്കുണ്ടായ ട്രാജഡിയൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അതിനെന്താ? അതൊക്കെ അറിഞ്ഞതുകൊണ്ട് അവിടെ വച്ച് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയോ? അവളുടെ ജീവിതം അത്ര സേഫൊന്നുമല്ല. അമ്മായിയമ്മ ജയിൽ പുള്ളിയായ പിന്നെ ജീവിതം സേഫ് ആവോ? നിന്റെ പെങ്ങളുടെ ട്രാപ്പിൽ പെട്ടുപോയി എന്ന് കരുതി ഒരു ജയിൽ പുള്ളിയുടെ മകനെ കൊണ്ട് അവളെ കെട്ടിക്കണ്ടായിരുന്നു. ആരോട് പറയാനാ? എന്റെ വീട്ടിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്റെ അമ്മയാ. അവിടെ പിന്നെ ഞങ്ങൾക്കൊന്നും ഒരു വോയിസും ഇല്ല. ഇനിയിപ്പോ നീ ഒരു ഡോക്ടറാ, അതിലുപരി പക്വതീർത്തിയ ഒരാളാ. അതുകൊണ്ട് നിന്റെ അമ്മ നിന്റെ അഭിപ്രായം മാനിച്ചേ പറ്റൂ. എന്ന് വെച്ചാ നീ കുറച്ചുകൂടെ സീരിയസ് ആവണം. ഞാൻ എന്റെ വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഒക്കെ എന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും തുറന്നു കാട്ടാറുണ്ട്. അങ്ങനെയാ ചെയ്യേണ്ടേ. എന്ത് പറഞ്ഞാലും അമ്മ കടപ്പാടിന്റെ കണക്കെടുത്തിടും. എടാ, എല്ലാ അച്ഛനമ്മമാരും കഷ്ടപ്പെട്ട മക്കളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. നാളെ നമ്മളും അങ്ങനെ തന്നെയാ. അതത്ര വലിയ ത്യാഗമൊന്നും അല്ല, അവരുടെ കടമയാ. ഏതായാലും കാണാടി. ഇന്ന് രാത്രി ഓൺലൈനിൽ വരുമോ? വരാം. ഇനി ഇതുപോലെ അധികം കാണാനും മിണ്ടാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉള്ള സമയത്ത് ഒന്നിച്ചിരിക്കാൻ ശ്രമിക്കാം. മോളുടെ കവിളിലെന്താ ഒരു പാട്? ചേട്ടൻ എന്നെ തല്ലിയതാ. അമ്മ ഇല്ലാത്തതുകൊണ്ടാ അവൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അവളെ കണ്ണെടുത്താൽ എനിക്ക് കണ്ടൂടാ. എന്നാ ഞങ്ങളെയൊക്കെ പുറത്താക്കിയിട്ട് അവളെ വാഴിക്കാനാ എന്റെ ഏട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൂജ എന്ന് പറയുന്നവളെക്കാളും കൊള്ളരുതാത്തവളാ ഇവള്. കുടുംബത്തിലുള്ളവരെ തമ്മി തല്ലിക്കുന്നവളാ. അതിലുപരി അന്യ ആണിന്റെ പിന്നാലെ ചുറ്റിക്കറങ്ങുന്നവളാ. അവളുടെ ഫോട്ടോ ഒക്കെ മൊബൈലിൽ തുറന്നാൽ എല്ലാവർക്കും കാണാം. അങ്ങനെ ഒരുത്തിയെ കളയാൻ ഏട്ടനോട് അമ്മയ്ക്ക് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞ അവളെ അവൻ കളയൂ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? ഏട്ടന്റെ മനസ്സിൽ അമ്മയെക്കാളും മുകളിലാണോ അവളുടെ സ്ഥാനം? ചിലപ്പോ ആയിക്കാണും. അതുകൊണ്ടല്ലേ മോളുടെ കവിളിൽ അവൻ തല്ലിയത്. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അമ്മയെ പുറത്തിറക്കാൻ ഏട്ടൻ ശ്രമിക്കോ? അറിയില്ല. അമ്മ ജയിലിലേക്ക് പോകുന്ന ശേഷം അവൾ അധികം വീട്ടിലുണ്ടായിട്ടില്ല. ഏത് സമയവും ഏട്ടൻ അവളെ കൊണ്ട് ചുറ്റിക്കറങ്ങല. വഴി തെറ്റി നടന്ന ഒരുത്തിയാണ് അമ്മയുടെ മരുമകളെന്ന് എല്ലാരും അറിയും. സത്യം പറഞ്ഞ നമ്മളെ ഇതുപോലെ ആരും പറ്റിച്ചിട്ടില്ല അമ്മേ. ജയന് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നല്ലേ? അറിയാമായിരുന്നൊക്കെയാ പറയുന്നത്. അതിനി കല്യാണം കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മുടെയൊക്കെ മുന്നില് മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണോന്ന് അറിയില്ല. എന്തായാലും ഞാനും ചേച്ചിയും അവളെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അവൾ എന്തെങ്കിലും നിങ്ങളെ പറയുന്നുണ്ടോ? അവൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്നാ പറയിക്കുന്നുണ്ട് ഏട്ടനെ കൊണ്ട്. ചെയ്യിക്കേണ്ടതൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അത് നേരിൽ അമ്മയെ കാണിക്കാനാ ഞാൻ വന്നത്. ഇതുവരെ എന്റെ ഏട്ടൻ എന്നെ തല്ലിയിട്ടുണ്ടോ? അമ്മ എന്നെ തല്ലിയിട്ടുണ്ടോ? ഇതുപോലെ മുഖത്ത് പാടുമായിട്ട് അമ്മ എന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് അവളുമായിട്ട് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അമ്മ. ഞാൻ വരുന്നത് വരെ പിടിച്ചു നിന്നേ പറ്റൂ. അതിനു മുൻപ് ജയേട്ടനോട് അമ്മയ്ക്ക് പറഞ്ഞൂടെ അവളെ കളയാൻ? കളയാൻ പറഞ്ഞ അവൻ ചിലപ്പോ അവളെ വീട്ടിൽ കൊണ്ട് വിടുവായിരിക്കും. എങ്കിലും ബന്ധം അറ്റുപോകൂ. അവളുമായിട്ട് ബന്ധം പിരിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിനെയും കൂടി അത് ബാധിക്കും. അമ്മയോട് ഇവള് അഴിഞ്ഞാടി നടന്ന പെണ്ണാണെന്ന് പറഞ്ഞിട്ടും
അമ്മ ഇതുവരെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാത്തത്? വെറുതെ അമ്മായിയെ നിങ്ങൾ എല്ലാരും കൂടെ ചൂട് പിടിപ്പിക്കാൻ നിൽക്കണ്ട. അമ്മായി വന്ന് ദീപയെ കൊല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മത്ത് അമ്മായിയോടൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല. അമ്മായി പിന്നെ മരണം വരെ ജയിലിനകത്തായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഇവളെ കൊന്നിട്ട് അമ്മ ജയിലിൽ പോയിക്കോട്ടെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ അവിടെ പോയി കണ്ടോളാം. പരോളിൽ ഇറങ്ങുമ്പോ ഒന്നിച്ച് താമസിച്ചോളാം. അമ്മ ഇവിടെ വരുമ്പോ ഇവളിവിടെ നിക്കത്തില്ല, ഓടിപ്പോവും ഇവളുടെ വീട്ടിലേക്ക്. എവിടേക്ക് ഓടിപ്പോയാലും നീ ചെയ്ത ചതിക്കുണ്ടല്ലോ, എന്റെ അമ്മ പിന്നാലെ വരും. നിന്നെ മാത്രല്ല, നിന്റെ അമ്മയെയും തല്ലിയിട്ടേ എന്റെ അമ്മ അമ്മയുടെ കലി അടക്കും. അതെ, അങ്ങനെ വീട് കയറി തല്ലാൻ നമ്മുടെ അമ്മയ്ക്കെന്നല്ല ഒരമ്മയ്ക്കും അവകാശമില്ല. ദീപയുടെ അമ്മ സാധുവാണെന്നൊന്നും കരുതണ്ട. നമ്മുടെ അമ്മയെക്കാളും തന്റെയുടെ കൂടുതലുള്ള കൂട്ടത്തിലാ. വലിയ വക്കീലായ ഇവളുടെ അച്ഛനെ കോടതി മുറിയിലിട്ട് മുട്ടുകുത്തിച്ച കൂട്ടത്തിലാ. ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടകളെ പോലും കൂസാത്ത നിലപാടുള്ള ആളാ. പിന്നെ സ്വന്തം മകളുടെ കാര്യം വരുമ്പോ ഏതൊരമ്മ ഒന്ന് തലതാഴ്ത്തി നിൽക്കും. അതൊരു അവസരമായി കണ്ട് എന്റെ അമ്മയും പെങ്ങന്മാരും കൂടി മുന്നോട്ട് പോയാ അവർക്ക് അറിയാൻ തിരിച്ചടിക്കാൻ. അവര് മാത്രല്ലല്ലോ, സ്വന്തം ചേട്ടനും തിരിച്ചടി തുടങ്ങിയല്ലോ. ചേട്ടനല്ല, ചേട്ടന്മാര്. ഒരുത്തൻ നേരത്തെ ഇറങ്ങിപ്പോയി കെട്ടിയോളയും കൊണ്ട്. ഇനി അടുത്ത ആളും അതേ പാത പിന്തുടരാനുള്ള ശ്രമത്തിലാ. ചേട്ടനായിരിക്കും അനിയനെ ഉപദേശിച്ച് വഷളാക്കുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ ആരായാലും തിരിച്ചടിക്കാൻ നോക്കും. സത്യം പറയാലോ, ഇവളുടെ സ്ഥാനത്ത് ഇവളുടെ അനിയത്തി ആയിരുന്നെങ്കിൽ ഞാനായിരിക്കില്ല നിന്റെയൊക്കെ കരണത്ത് കൈവയ്ക്കുന്നത്. ദിയായിരുന്നേനെ. അറിയാം, അവളും ഇവരുടെ അമ്മയും ഒരുപോലെയാ. കണ്ണി കണ്ടവന്മാരുടെ തോളില് തൂങ്ങി നടക്കുക. നിനക്ക് നിന്റെ ശരീരം കത്തിച്ചു കളഞ്ഞൂടേടി. നിർത്താനാ പറഞ്ഞത്. അങ്ങനെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ ഞാൻ ഇനിയും പറയും. തല്ലിക്കോ, തല്ലിക്കൊന്നോ എന്നാലും പറയും. അത്രയ്ക്ക് വെറുപ്പാ എനിക്കിവളോട്. വെറുക്കുന്നൊരു മുഖത്തിരിച്ചൊക്കെ പോയാ മതി. അത് ശരിയാ. ആര് പറഞ്ഞു ശരിയാന്ന്? അല്ല, ദീപയെ ഇഷ്ടമല്ലാത്തവര് ദീപയുടെ മൂത്ത് നോക്കാതെ പോകുന്നതാണ് നല്ലതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്ന് മുതലാ ഈ അഭിപ്രായമൊക്കെ തുടങ്ങിയത്? ഇവള് പ്രേമനെയും പ്രേമിച്ചു തുടങ്ങിയോ? എനിക്ക് സ്നേഹിക്കാനും പ്രേമിക്കാനും ഒക്കെ നല്ലൊരാള് കൂടെ ഉണ്ട്. അതുകൊണ്ട് അന്യ ആളുകളുടെ പിന്നാലെ അലയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്വന്തം ഭർത്താക്കന്മാർ ആ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിർത്തടി. എന്തായാലും നിന്റെ ഈ കരണത്ത് പാടുണ്ടല്ലോ, അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ. അതെ, എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വാ. നിങ്ങളെന്താ ഇങ്ങനെ? ദീപയുടെ വിഷം കുത്തിപ്പൊക്കിയത് നിങ്ങളാ. ഇവിടെ കാലെടുത്ത് വെച്ച ഒരുത്തിയുടെ ചരിത്രം ഞങ്ങളോടൊക്കെ പറഞ്ഞതും മൊബൈലിൽ അവളുടെ ഫോട്ടോ കാണിച്ചതും ഒക്കെ നിങ്ങളാ. എന്നിട്ടിപ്പോ നിങ്ങളങ്ങ് നേരെ കാലു മാറിയല്ലേ? പ്രേമേട്ടനെ ആരേലും വരട്ടിയോ? എന്നെ ആരും വരട്ടിയിട്ടൊന്നുമില്ല. അതല്ലെങ്കിൽ അളിയനെ കാശ് കൊടുത്ത് മയക്കി കാണും. അത് തന്നെ എനിക്കും സംശയം. ഞാനിത് ഇയാളോട് ചോദിക്കുകയും ചെയ്തു. കാശ് കിട്ടിക്കഴിഞ്ഞാ സ്വന്തം അച്ഛനും അമ്മയും വരെ തള്ളിപ്പറയുന്ന സ്വഭാവ ഇയാൾക്കുള്ളത്. അങ്ങനെയൊന്നും പറയരുത് ഹേമേ. എന്റെ കാലുളുക്കി വീണ് കൈയുടെ കുഴ തെറ്റിയത് മുതല് എനിക്ക് ദീപയെ ഉപദ്രവിക്കുന്നത് തെറ്റായിട്ട് തോന്നി. അത് മാത്രമല്ല, ചില സ്വപ്ന ദർശനങ്ങളും ഉണ്ടായി. എന്ത് സ്വപ്ന ദർശനം ഉണ്ടായത്? ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇവിടുത്തെ മരുമോളെ ഇന്നു മുതൽ ദ്രോഹിക്കരുതെന്ന്. സ്നേഹിക്കാൻ പറഞ്ഞായിരുന്നോ? ഒളിച്ചും പാത്തും അയാളുടെ പിന്നാലെ നടക്കുവോ ഇയാള്? പിന്നെ അവള് പ്രതിയായതുകൊണ്ട് ഞാനൊന്നും പറയാതെ നടക്കുവാ. എന്റെ അനിയത്തിയാ ദീപ. അവളെ ഞാൻ വേണ്ടാത്ത കണ്ണോട് നോക്കൂ ഹേമേ. എന്നിട്ട് അവള് ജയേട്ടനോട് പറഞ്ഞതോ നിങ്ങൾ ഏതു നേരം അവളെ ശല്യപ്പെടുത്തുവാണെന്ന്? അന്ന് നിങ്ങളുടെ കരണത്തടിച്ചതും അതിനാണെന്ന് അവള് പറഞ്ഞല്ലോ. ആർക്കെന്താ പറയാൻ വയ്യാത്തത്? എന്തായാലും ഞാൻ ഇനി അടിക്കും വഴക്കിനും ഒന്നിനുമില്ല. പ്രേമേട്ടന്റെ ചിലവിലല്ല ചേച്ചി ജീവിക്കുന്നത്. ഈ വീട്ടിലുള്ളവരുടെ കാരുണ്യം കൊണ്ടാ പ്രേമേട്ടൻ ഇവിടെ കഴിയുന്നത്. എന്നിട്ട് കൂറുമാറിയാലുണ്ടല്ലോ, ഇവിടുന്ന് പുറത്തു വേണ്ടി വരും. വയലന്റായി കഴിഞ്ഞാൽ സർവ്വത നശിപ്പിക്കുന്ന സ്വഭാവം. സ്വന്തം ഭാഗം കേൾക്കാൻ മക്കളും മരുമക്കളും തയ്യാറായില്ലെങ്കിൽ അമ്മ തന്നെ അമ്മയുടെ ജീവൻ എടുക്കും. അതാണ് അവസ്ഥ. അതൊരു വിചിത്ര സ്വഭാവമാണല്ലോ. എന്റെ
എന്റെ അച്ഛൻ നിങ്ങളൊക്കെ കരുതുന്ന പോലെ അത്ര വലിയ ഭീരുവൊന്നുമല്ല, ഒന്നിനെ ഭയക്കുന്ന കൂട്ടത്തിലും അല്ല. എന്നാ അങ്ങനെയുള്ള ആളാണ് അമ്മയുടെ മുന്നിൽ താണ് വണങ്ങി നിൽക്കുന്നത്. അങ്ങനെ നിന്നില്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ സ്ഥാനമില്ലെന്ന് അച്ഛന് നന്നായിട്ടറിയാം. അമ്മ ജയിലിൽ നിന്ന് വരാതിരിക്കാൻ അച്ഛന് നേർച്ചയും വഴിപാടും വരെ ഉണ്ട്. ഞങ്ങൾ നല്ലൊരു വക്കീലിനെ വെച്ച് അമ്മയെ പുറത്തിറക്കുന്നതിൽ അച്ഛന് നല്ല എതിർപ്പുമുണ്ട്. പിന്നെ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുക. ഇതിപ്പോ ജയലാലിന്റെ അമ്മയും അനിയത്തിമാരുവാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ജയലാലെ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ദീപയുടെ ഭാഗത്തെ ന്യായങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അതിന്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അതിനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. നടന്ന സംഭവങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് പറയാത്തതിന്റെ പേരിൽ അമ്മയ്ക്ക് എന്നോട് നല്ല അമർഷമുണ്ട്. കല്യാണത്തിന് മുമ്പ് അതൊക്കെ പറഞ്ഞ ആ ചടങ്ങ് നടക്കുമായിരുന്നോ? ഇല്ല. ദീപയെക്കുറിച്ച് ഡോക്ടർ ഇക്ബാൽ പറഞ്ഞപ്പോ തന്നെ ദീപയെ വേണമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അതുകൊണ്ടാ അമ്മ ജയിൽ പുള്ളിയാണെന്ന് അവരോടും ദീപയുടെ കഥ അമ്മയോടും പറയാതിരുന്നത്. അമ്മ വന്നു കഴിഞ്ഞാ ദീപയെ തനിക്ക് തന്റെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. പിന്നെ ഇവിടെ എങ്ങാനും വാടകയ്ക്കൊരു വീടെടുത്ത് താമസിച്ചൂടെ? അതേപ്പറ്റിയൊക്കെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. എന്നാ അമ്മ ഇക്കാര്യത്തിലൊക്കെ നമ്മളെക്കാളും ബുദ്ധിയുള്ള കൂട്ടത്തിലാ. അമ്മയ്ക്കറിയാം അതൊക്കെ ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ ആളെ വിടും. ആ പ്രേമൻ എന്തായാലും ചാരനാവില്ല. അന്നത്തെ സംഭവത്തോടെ അവനൊരു പൊടിക്ക് അടങ്ങിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പൊടിക്കല്ല, നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ദീപയുടെ മുമ്പിലൊക്കെ നല്ല ബഹുമാനത്തോടെ നിൽക്കുന്നത്. അതാ പറഞ്ഞത്, ആണുങ്ങളെ നമുക്ക് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാം. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇളയ പെങ്ങളാണ് കൂട്ടത്തിൽ കൂടുതൽ പ്രശ്നക്കാരി. അവളമ്മയെ അതുപോലെ അനുകരിക്കുന്ന കൂട്ടത്തിലാണ്. അല്ല, അതൊക്കെ പോട്ടെ. എന്താ ജഗനും ദിയയും തമ്മിലുള്ള പിണക്കത്തിന് കാരണം? ഇപ്പൊ ജഗൻ ദിയെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ലെന്നാണല്ലോ അറിഞ്ഞത്. ആ വാ. ഇരിക്കെ. ഇത് തരക്കേടില്ലാത്ത വീടാണല്ലോ. ഇത്രയും വരില്ല ഇപ്പൊ അമ്മ എടുത്തിരിക്കുന്ന വീട്. ആ, ഞാൻ കണ്ടിരുന്നു അത്. നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ അമ്മയോടൊപ്പമല്ലോ താമസിക്കുന്നേ. നീ ഇവിടെ താമസിക്കേ. അതിന് അമ്മ സമ്മതിക്കോ? ഓ എടാ, നീ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനാ. പോരാത്തതിന് ഡോക്ടർ. നിനക്കേ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള അധികാരവും ഫ്രീഡവും ഉണ്ട്. ഈയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. എടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇവിടെ നിൽക്കാൻ. പിന്നെ നന്ദികേടിന്റെ കെട്ടഴിക്കുമല്ലോ അമ്മ. അതുകൊണ്ട് തൽക്കാലം അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കണ്ടെന്ന് വിചാരിക്കാൻ. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, ഇവിടെ താമസിക്കാം. ഈ കുട്ടികളെ അച്ഛനമ്മമാര് വളർത്തുന്നതും പഠിപ്പിക്കുന്നതൊക്കെ അത്ര പാടിക്കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവരുടെ കടമയാ. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാലല്ലേ സംസാരങ്ങളും തർക്കങ്ങളും ഒഴിവാക്കാൻ പറ്റൂ. നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. ഇവിടെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ത്രീ വരും. നിന്റെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഫുഡാ അവരുണ്ടാക്കുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ക്ലബിലും പോവാം. അല്ല, നീ ഏത് ഡോക്ടറുടെ കീഴിലാ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? ഒന്നും തീരുമാനിച്ചില്ല. എനിക്ക് പരിചയമുള്ള ഒരുപാട് നല്ല ഡോക്ടർമാരുണ്ട്. ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ളവര്. അതിൽ നിന്ന് ഒരാളെ നിനക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ, അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രാക്ടീസ് തുടങ്ങണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് ഒരുപാട് നല്ല പ്രപ്പോസൽസ് വരുന്നുണ്ട്. ആർക്കെങ്കിലും അച്ഛൻ കൈ കൊടുക്കട്ടെ. തൽക്കാലം വേണ്ടച്ചാ. അല്ല, നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? ആരെയും നോക്കി വെച്ചാലും മോൻ ധൈര്യമായിട്ട് പറഞ്ഞു, അച്ഛൻ മുമ്പിൽ നിന്ന് നടത്തി തരാം. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വിളിക്കുമ്പോ നമ്മൾ ഫോൺ എടുക്കാതെയും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും മറുതലയ്ക്ക് നിൽക്കുന്നവർക്ക്. അതെനിക്കറിയാവടാ. പിന്നെ കൂടുതലൊന്നും പറയാനില്ലാത്തോണ്ടാ കട്ട് ചെയ്തേ. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, ഞാനും എടുക്കാതിരിക്കുക. ആ രീതിയിൽ അങ്ങ് പോയാ മതി. എന്നെ ഓവർടേക്ക് ചെയ്യണ്ട. ഇല്ലണ്ണ. പിന്നെ രചന എന്ന് പറഞ്ഞവൾക്ക് വേണ്ടി നമ്മൾ മാറി നടക്കുക.
അണ്ണ മര്യാദയ്ക്ക് അവളോട് പറയണം, ചേച്ചിയുടെ മുന്നിൽ പോയി ചേച്ചിയെ കൊച്ചാക്കാൻ ശ്രമിക്കരുതെന്ന്. അവൾ ഒരുമാതിരി ജയിച്ച മട്ടിലാണ് ഇപ്പൊ ചേച്ചിയുടെ മുന്നിൽ കൂടി നടക്കുന്നത്. അവള് ദീയും ദീയുടെ അമ്മയൊക്കെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ പിന്നെ അതുണ്ടാവും. എന്നാലും അവളോട് ഞാൻ ഇടയ്ക്ക് കാണുമ്പോ പറയാം, ദിയെ ശല്യം ചെയ്യാൻ പാടില്ലെന്ന്. അവള് പറയുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ, പിന്നെ നമ്മൾ പറയുന്ന അനുസരിക്കാൻ അവക്ക് എന്താ പാട്? അച്ഛന്റെ കാര്യത്തിൽ അമ്മയുമായി വഴക്കിട്ട് കഴിയുമ്പോ പിന്നീട് വന്ന് അമ്മ ഇങ്ങനെ ശാന്തമായി സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഒരു പതിവാണല്ലോ. ഞാൻ പ്രാക്ടിക്കലായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് നടുവിലൂടെ മോനെ അമ്മ ജനിച്ചതും വളർന്നതും. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല വഴി വിട്ട് സഞ്ചരിക്കണോന്ന്. കൈക്കൂലിക്കൊക്കെ എതിരായിരുന്നു മോന്റെ മുത്തശ്ശൻ. അതുകൊണ്ടിപ്പോ എന്താ അമ്മേ? ദീപയുടെ കല്യാണം കഴിഞ്ഞപ്പോ അവളുടെ പേരിലുള്ള 5 സെന്റ് സ്ഥലം വിൽക്കണമെന്ന് അമ്മയ്ക്കുണ്ടായിരുന്നോ? എന്നിട്ടോ ആ 5 സെന്റ് സ്ഥലം പോലും മുത്തശ്ശിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വിറ്റു തൊലയ്ക്കായിരുന്നു മുത്തശ്ശൻ. അന്നത്തെ ഉപദേശം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് മുത്തശ്ശൻ ഇപ്പൊ ബോധ്യമായി കാണും. എന്തായാലും സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് ജോലി കയറിയാലും അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. വളഞ്ഞ വഴിയിലൂടെ കാൽ കാശ് അമ്മയ്ക്ക് വേണ്ട. ബന്ധങ്ങളെക്കാൾ പണത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അമ്മ വഴക്ക് അവസാനിപ്പിക്കാനാണ് വന്നതെങ്കിൽ വീണ്ടും ആ വിഷയത്തിലേക്ക് കടക്കരുത്. മോനെന്താ കഴിക്കാൻ വേണ്ടത്? ഞാൻ നന്നായി കഴിച്ചെന്ന് പറഞ്ഞല്ലോ അച്ഛന്റെ അടുത്തുനിന്ന്. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ അച്ഛൻ തന്നു. അതല്ല, രാത്രിയിൽ എന്താ വേണ്ടേന്ന് ചോദിച്ചത്. രാത്രിയിൽ അങ്ങനെ അമിതമായ ഭക്ഷണമൊന്നും ഡോക്ടർമാർ കഴിക്കാറില്ല. അതുകൊണ്ട് അമ്മ ഇഷ്ടമുള്ള എടുത്തോ. ഒരു ഗ്ലാസ് പാല് മറക്കണ്ട. അമ്മ പുറത്തു വരരുതെന്ന ഇപ്പൊ ചേട്ടന്റെ ആഗ്രഹം. അവളും ചേട്ടനും കൂടി ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നെ പുറത്തിറക്കാൻ വേണ്ടി പേരെടുത്തൊരു വക്കീലിനെയാ വെച്ചത്. എങ്കിലും ഇറങ്ങിന്ന് പറഞ്ഞാ മതി. അമ്മ വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ആ ദീപയ്ക്കും അറിയാം, ചേട്ടനും അറിയാം. അതുകൊണ്ട് ചിലപ്പോ ഇനി വക്കീലിനോട് കേസ് തോൽക്കാൻ പറഞ്ഞാലോ? ജയേട്ടൻ ഇപ്പൊ അമ്മയല്ല വേണ്ടത്, അവളെയാ. അതിടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഹരിയേട്ടന്റെ വീട്ടിലും ഏട്ടൻ പോകാറുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ഏട്ടനും ഏട്ടത്തെയൊക്കെ ജയേട്ടനെ ഉപദേശിക്കും, ഒരു കാരണവശാലും അമ്മയെ പുറത്തിറക്കരുതെന്ന്. അങ്ങനെ വന്നാ കുറച്ചുനാളുകൂടി അമ്മ ജയിലിൽ കിടക്കുമല്ലോ. അപ്പോഴത്തേക്കും 1-2 കുട്ടികൾ ജനിക്കും. പിന്നെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടല്ലേ? അമ്മ ജയിലിൽ കിടക്കുന്നതാ അവന് നല്ലത്. എന്താ സംശയം? അവളെ കുറിച്ചുള്ള എല്ലാ കഥകളും കേട്ട ശേഷം അവളെ ജയേട്ടൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗത്ത് തെറ്റില്ലെന്നാ ജയേട്ടൻ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ജയേട്ടനെ കൊണ്ട് എന്റെ കരണ തടിപ്പിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റാത്തത്? അമ്മ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കട്ടെ എന്ന് അവള് പറഞ്ഞ ജയേട്ടനത് കേൾക്കാതിരിക്കില്ല. കൂടിപ്പോയാ 1-2 ആഴ്ച. അതിനുള്ളിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്നാ വക്കീൽ എന്നെ കാണാൻ വന്നപ്പോ പറഞ്ഞത്. അമ്മ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണമെന്നാ എന്റെയും ഹേമേച്ചിയുടെയും പ്രാർത്ഥന. എന്നോ ജയിലിൽ കിടക്കുന്ന അമ്മയാ അമ്മയുടെ മോനും മരുമോൾക്കും സമാധാനം. അതമ്മ മനസ്സിലാക്കണം. ഞാൻ പുറത്തിറങ്ങിയ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അമ്മ എന്ത് ചെയ്യാൻ പോവാ? അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. അമ്മയൊന്നും പറയില്ല, പ്രവർത്തിക്കുകയുള്ളൂ. എന്തായാലും എന്താ നടക്കാൻ പോകുന്നതെന്ന് മോക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്തായാലും മോൾക്കൊരു നഷ്ടവും വരില്ല. എനിക്ക് എന്ത് നഷ്ടം വന്നാലും ശരി, അവള് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താവണം. ജയേട്ടൻ അവളുമായിട്ടുള്ള ബന്ധം പിരിയണം. എനിക്കത്രേ ഉള്ളൂ. അങ്ങനെ കണ്ണിക്കണ്ടവന്മാര് വിളിക്കുമ്പോ അവന്മാരുടെ പിന്നാലെ വീട്ടിൽ കയറി പോകുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം, ചാരുവിന്റെ വീട്ടിലേക്ക്. അതെന്തിനാ വരുന്നേ? തന്നെ പെണ്ണ് കാണാൻ. പെണ്ണ് കാണാനോ? ആ പരിസരത്ത് പോലും താൻ വന്നു പോരുത്. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, അയാൾ വന്ന് ചാരുവിനെയും വീട്ടുകാരെയും കാണുന്നു. അതിലെന്താ ഇത്ര തെറ്റ്? പെൺകുട്ടി വേണ്ടാന്ന് പറഞ്ഞാൽ അതിനുശേഷം അവളുടെ പിന്നാലെ നടക്കുന്നതും അവളുടെ വീട്ടിലേക്ക് വരുന്നതും നല്ല ആണുങ്ങളുടെ ശീലമല്ല. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. തന്നെ കണ്ടാലേ
ഒരു സിനിമാ നടിയുടെ ലുക്കുണ്ട്. ആരുടെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞാനും ഓർക്കുന്നില്ല തന്നെ എവിടെ വെച്ചാ കണ്ടതെന്ന്. ഞാനും മിന്നായം പോലെ എവിടെ വെച്ചോ തന്നെ കണ്ടിട്ടുണ്ട്. അതെവിടെ വെച്ചാണെന്ന് ഞാനും ഓർക്കുന്നില്ല. എന്തായാലും നമ്മൾ തമ്മിൽ വളരെ യാദൃച്ഛികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നുണ്ട്, ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ പിന്നാലെയുള്ള നടപ്പ് അവസാനിപ്പിക്കത്തില്ല. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഏയ്, ഇതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വയ്ക്കോ. ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് മാറിയേക്കാം. അത് പറഞ്ഞ സ്ഥിതിക്ക് വരവ് അപ്രതീക്ഷിതമായിരിക്കും. വീട്ടിലെ നല്ല ചൂലിരിപ്പുണ്ട്, അതുകൊണ്ട് മുറ്റം അടിക്കാൻ. കുട്ടിയെ കണ്ടിട്ട് അങ്ങനെ മുറ്റം അടിക്കുന്ന പെൺകുട്ടിയാണെന്ന് തോന്നുന്നില്ല. ഞാനേ മുറ്റം അടിക്കില്ല, പക്ഷെ മുഖത്തടിക്കും. അതിന് ഒരു മടിയുമില്ല. നീ പറഞ്ഞത് ശരിയാ. അങ്ങനെയാണെങ്കിൽ അവനാ ജയേട്ടനെ തട്ടിക്കൊണ്ടുപോയത്. കാറിന്റെ ഡീലിങ്സുമായിട്ട് എന്തോ തർക്കമായിരുന്നു എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാമോ? നമ്മുടെ അമ്മ സംശയിക്കുന്ന പോലെ ഇനി അവൻ ദീപയുടെ ശത്രുവാണെങ്കിലോ? എന്തായാലും ജയേട്ടൻ വരുമ്പോ അതിനെക്കുറിച്ച് സംസാരിക്കണം. വേണ്ട. ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് കള്ളവും പറയുന്ന കൂട്ടത്തില ജയേട്ടൻ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും സത്യം പറയത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ഞങ്ങള് തമ്മിൽ ഇനിയും കാണും. ആ സമയത്ത് കാര്യങ്ങൾ സാവകാശം അറിയാൻ ശ്രമിക്കണം. ദേ, അവനൊരു തല്ലിപ്പൊളിയാ. വെറുതെ കയറി അടുക്കരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ചേച്ചി. അവന്റെ ഒരു വേലത്തരവും ഇവിടെ ചെലവാവില്ല. കാശുകാരനാണെന്നാ തോന്നുന്നത്. എത്ര വലിയ കാശുകാരനാണെങ്കിലും അവന്റെ സാമർഥ്യമൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇപ്പോഴേതായാലും എന്നെ അവൻ പ്രേമിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇനി ജയേട്ടനായിട്ട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ നിന്നെ സ്നേഹിച്ച് കുടുക്കിയിട്ട് ചതിക്കാനായിരിക്കും അവൻ നോക്കുന്നത്. എങ്കിൽ അവൻ ചതിക്കപ്പെടുത്തേ ഉള്ളൂ. നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ മക്കളല്ലേ. അവിടെ പിന്നെ നമ്മളെ തകർക്കാൻ നോക്കുന്നവൻ സ്വയം പൊട്ടിത്തെറിക്കത്തേ ഉള്ളൂ. എന്തായാലും അവനുമായിട്ട് ഉടക്കാനൊന്നും നിൽക്കണ്ട. ഇവന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പറയാനേ പറ്റില്ല മോളെ. നമുക്ക് ആ കല്യാണ വീഡിയോ ഒന്ന് നോക്കാം. അപ്പോ അവനാണോ അവിടെ വന്നേന്ന് ഉറപ്പിക്കാലോ. ഉറപ്പിക്കാനൊന്നുമില്ല, അത് അവൻ തന്നെയാ. ഞാൻ വ്യക്തമായിട്ടൊന്നും അവനെ കണ്ടിട്ടില്ല. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്നതേ കണ്ടുള്ളൂ. ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ പെട്ടെന്ന് പിടികിട്ടാതിരുന്നത്. അല്ല, അവന് നിന്നെ പിടികിട്ടി കാണില്ലേ? എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടെന്നൊക്കെ അയാള് പറയുന്നുണ്ട്. ഇനി അത് മനസ്സിലായില്ല എന്ന് നടിക്കാണോന്നറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. ഇനി കാണുമ്പോ ഉടക്കാതെ അവനുമായിട്ട് മയത്തിലൊന്ന് സംസാരിച്ചു നോക്കാം. അപ്പൊ ചിലപ്പോ അറിയേണ്ടതൊക്കെ അറിയാൻ പറ്റിയേക്കും. എന്തായാലും ആ കല്യാണ വീഡിയോ നമുക്കൊന്ന് കാണണം. നിന്റെ ഭാഗത്തുനിന്ന് ഇനി എല്ലാ സപ്പോർട്ടും എനിക്ക് ദീപയ്ക്കും വേണം. നീ എപ്പോഴെങ്കിലും അമ്മയുടെ മനസ്സ് ചൂട് പിടിപ്പിച്ച പിന്നെ നിനക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. നീ ഇപ്പൊ തന്നെ ബുള്ളറ്റ് ജഗന്റെ കറണ്ട് സുനിലിന്റെ നിരീക്ഷണത്തിലാ. എന്ന് അളിയനോട് പറഞ്ഞായിരുന്നോ? അതൊക്കെ നീ എന്തിനാ അറിയുന്ന? നേരെ ചൊവ്വേ പോയില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ വലിയ ആയുധമൊന്നും വേണ്ട. അവന്റെ ഒരു ചെറു വിരല് മതി. ശരിയാ, അവന്മാർക്ക് ഭയങ്കര കരുത്താ. എന്നിട്ടാണോടാ നീ കാല് വഴുതി വീണ് കൈയുടെ കുഴ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്? അത് പിന്നെ എടാ, പാവപ്പെട്ട പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നതിന് നിന്റെ കൈയും കാലും തല്ലി. ഇഷ്ടപ്പെടുന്നവർ തമ്മില് ഒരു മാനസിക അടുപ്പുണ്ടാവണം. നമ്മുടെ നെഞ്ചിലെ എരിച്ചിലുണ്ടല്ലോ, അത് അവർക്ക് കിട്ടും. അവിടെ നിന്നുള്ളത് അണ്ണന് കിട്ടുന്നുണ്ടോ? അത് പിന്നെ പറയണോടാ. ഇതൊക്കെ ആ ടവിനുവിനറിയാം. അവനെ ഓർമ്മ വെച്ച നാള് മുതല് പ്രേമിച്ച് നടക്കുന്നവനാ. നിനക്ക് പിന്നെ അങ്ങനെ ഒരു വികാരമൊന്നും ഇല്ലല്ലോ. വികാരമില്ലെന്ന് ആരാ പറഞ്ഞ? ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ തേച്ചിട്ട് പോയി. അതുകൊണ്ടിപ്പോ ആ പടി ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുക. പിന്നെ ഞാൻ അണ്ണനെ പ്രോത്സാഹിപ്പിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ചേച്ചി അങ്ങനെ ഒരു തേപ്പുകാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഇനാ. അത് നീ പറയണ്ട. അപ്പൊ പിന്നെ അതാലോചിച്ച് തലമുണ്ടാക്ക്. ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം.
താനോ? താൻ എന്തിനാ ഇവിടേക്ക് വന്നത്? ചേച്ചിയുടെ അനിയത്തി ഒന്ന് കാണാൻ വന്നത്. ഇനിയിപ്പോ എന്നോട് പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. തന്നെ കാണാൻ ചാരുവിന് ഒരു താല്പര്യമില്ല. ചാരുവിനെ കാണാൻ എനിക്ക് താല്പര്യമാണ്. അങ്ങനെ കണ്ണി കണ്ട വായു നോക്കികളൊക്കെ എന്തിനാ അവളെ കാണുന്നേ? അങ്ങനെ ആക്ഷേപിച്ച് വിടാതെ ചേച്ചി. ഞാനും ആത്മാഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തില് നല്ലൊരു കുടുംബത്തിലെ അംഗമാ. അങ്ങനെ നല്ല കുടുംബത്തിലെ അംഗമാണെങ്കിലേ അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും പിന്നെന്തിനാ നിങ്ങൾ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? എനിക്ക് ചാരുവിനെ ഇഷ്ടമാ, അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ നടക്കുന്നത്. ആരാ ഹേമേ? ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ദേ, ചാരുവിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് ഇയാളാ. അവൾക്ക് ഇയാളെ കാണണ്ടാന്ന് പറഞ്ഞാലും ഇയാൾ ഈ നടത്തം അവസാനിപ്പിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ചേട്ടാ? നിങ്ങൾക്ക് എന്താ ഇവനെ പരിചയമില്ലേ? അന്ന് കല്യാണത്തിന് ഇവനല്ലേ സകല അലമ്പും കാണിച്ചത്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാ ഇവനാണ്. ദീപയുടെ ജീവിതം തകർത്തു കളഞ്ഞത്. എന്തായാലും ഇവളെ കെട്ടിച്ചയച്ച വീട് കണ്ടുപിടിച്ചല്ലോ. അമ്മായി അമ്മയുടെ പ്രകടനത്തെ പറ്റിയും പറഞ്ഞു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞതാ. എങ്കിലും ഇപ്പൊ കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എന്തായാലും പെണ്ണ് കാണാൻ വന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി. പിന്നെ സുഖമാണടി മോളെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനൊക്കെ തന്നെ അങ്ങ് പോട്ടെ. ചാരുവിനെ പെണ്ണ് കാണാൻ വന്നതാ? അല്ല, അവൻ ആ പേരും പറഞ്ഞുകൊണ്ട് മറ്റെന്തോ മനസ്സിൽ കരുതിയാ വന്നത്. ഇത് ദീപയെ കെട്ടിച്ചുവിട്ട വീടാണെന്ന് അവൻ നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല. വഴിയിൽ വെച്ച് വളരെ യാദൃശ്ചികമായിട്ടാ ഞാനും അയാളും തമ്മിൽ പരിചയപ്പെട്ടത്. അത് പരിചയം എന്ന് പറയാൻ പറ്റില്ല, ഉടക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അയാളെ തല്ല ഞാൻ കൈപൊക്കിയതാ, പക്ഷെ അയാളത് തടഞ്ഞു കളഞ്ഞു. വേണ്ട, അവനുമായിട്ട് സൗഹൃദവും വേണ്ട, ഉടക്കും വേണ്ട. ക്രിമിനലാ, ജയിൽ പുള്ളിയാണവൻ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ. അവനെ മാത്രമല്ല, മറ്റു ചിലരെയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. വീട്ടിൽ കയറ്റാൻ യോഗ്യത ഉള്ളവരെ ഇല്ലാത്തവരെ എനിക്കറിയാം. അതേപറ്റി കൂടുതലൊന്നും പറയണ്ട. അവനെ എനിക്ക് നേരത്തെ മനസ്സിലായായിരുന്നു. ഞങ്ങൾക്കും ഏതാണ്ട് മനസ്സിലായി. എന്നാ ഇപ്പോഴാ അതിൽ കൂടുതൽ മനസ്സിലായത് അവൻ ദീപയുടെ ശത്രുവാണെന്ന്. മോളെ, അവളുടെ ശത്രുക്കളെ നമ്മൾ പിണക്കുന്നത് ശരിയല്ല. അവൻ ക്രിമിനൽ ആയതുകൊണ്ട് അവനുമായിട്ട് കൂടുതൽ അടുപ്പവും വേണ്ട. അവനെ മോള് കെട്ടാനൊന്നും പോകുന്നില്ല, പക്ഷേ അവനുമായിട്ട് കൂട്ടുകൂടിയാ അവളെപ്പറ്റി ചില രഹസ്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. രഹസ്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുമ്പോ പിന്നാലെ ഒരു ബുള്ളറ്റ് പാഞ്ഞു വരുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചോണം. എന്റെ അമ്മ എല്ലാവരുടെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ചെന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാ. കൂടുതലും എന്റെ അച്ഛന്റെ മുമ്പിലാ. എന്നാ മരുമോൻ വന്നപ്പോ അമ്മയുടെ ആ സ്വഭാവത്തിന് മാറ്റം വന്നു. അമ്മ പറയേണ്ടതൊന്നും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. നീ എന്താ ദിലീ പറയുന്നത്? പറയേണ്ടത് തന്നെ. അളിയൻ ഇവളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഇവളെ പെണ്ണ് കാണാൻ വന്നത്. അന്ന് പെണ്ണ് കണ്ട സമയത്തും ഇവളെല്ലാം അളിയനോട് തുറന്നു പറഞ്ഞതല്ലേ. എന്നിട്ട് സ്വന്തം അമ്മ ജയിലിൽ കിടക്കുന്ന വിവരം ഞങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെച്ചത് അളിയനാ. അതുപോട്ടെ, പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മയുടെ പേരും പറഞ്ഞ് ഇവളെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ നോക്കുന്നത് ഒരുമാതിരി ആണത്തമില്ലാത്ത പരിപാടിയാ. നീ ആരോട് ഈ സംസാരിക്കുന്നത്? എന്റെ അളിയനോട് തന്നെ. അതൊക്കെ സംസാരിക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും നീ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവളുമാരുടെ മൂത്ത ആങ്ങളെ ഞാൻ. അച്ഛനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഈ വീട്ടില് ഒരേ ഒരു ആൺതരി ഞാനാ. പറയാനുള്ളതൊക്കെ ഞാൻ പറയും. നമ്മള് 3 മക്കളുടെയും കാര്യങ്ങൾ നോക്കുന്നത് അമ്മയാ. അതുകൊണ്ട് സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ അമ്മ സംസാരിച്ചോളും. ഇയാള് ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. സ്വന്തം അമ്മയും പെങ്ങന്മാരെ പറ്റി നന്നായിട്ട് അറിയാവുന്ന നിങ്ങളെപ്പോലുള്ളവരൊന്നും വെറുതെ പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കരുത്.
നിങ്ങളെപ്പോലുള്ള ആൾക്കാര് വിവാഹം കഴിക്കാൻ യോഗ്യരല്ല. അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതുപോലെ സാഹസം കാട്ടിയ അത് പെൺകുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണെന്നേ ഞാൻ പറയൂ. ലോകത്ത് എത്രയോ വീടുകളുണ്ട്. അമ്മായിമ്മ പോരും നാത്തും പോരും ഒക്കെ അവസാനിച്ച കാലം ഇത്. ഇവളുടെ സ്ഥാനത്ത് മറ്റൊരു മരുമോള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ? എന്നിട്ട് എന്തായി? ദിലി, നിന്നോട് നിർത്താനാ പറഞ്ഞത്. അമ്മ അങ്ങനെ നിർത്താൻ പറഞ്ഞാ ഞാൻ നിർത്തില്ല. എന്റെ ചോദ്യത്തിന് അളിയെ മറുപടി പറഞ്ഞേ പറ്റൂ. മൂത്ത മരുമോളുടെ തലയടിച്ച് പൊട്ടിച്ചപ്പോ അവരെന്താ ചെയ്തത്? മുറിവ് തുന്നിക്കെട്ടിയിട്ട് അവരെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഭർത്താവിന്റെ വീട്ടില് ഒതുങ്ങിക്കൂടിയോ? അളിയന്റെ അമ്മയെ ജയിലിൽ കയറ്റിയില്ലേ? എന്നിട്ട് അളിയന്റെ ഏട്ടനിപ്പോ ഭാര്യയ്ക്കൊപ്പം താമസിക്കാതിരിക്കുകയാണോ? അയാള് ഭാര്യ വീട്ടിൽ പോയി താമസിക്കുക. ഒരാളെ വിശ്വസിച്ച ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വന്നാലേ അങ്ങനെ തന്നെയാ വേണ്ടത്. അല്ലാതെ അമ്മയുടെയും പെങ്ങന്മാരുടെയും പേരും പറഞ്ഞ് സ്വന്തം ഭാര്യയെ പടിയിറക്കി വിടുകയല്ല വേണ്ടത്. അമ്മമാരെ കണ്ട പെൺമക്കൾ വളരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പെങ്കൊച്ചൊരിക്കലും കയറി ചെല്ലുന്ന വീട്ടിൽ വാഴാൻ പോകുന്നില്ല. ജയലാലിന്റെ ഭാര്യ ഇപ്പൊ ഭാഗ്യലക്ഷ്മിയുടെ മൂത്ത മോള് എന്ന് മാത്രമല്ല, ഭാഗ്യത്തിന്റെ മോളെ ഈ പറയുന്ന ചാരുലതയ്ക്ക് വെറുപ്പാ. അതവളുടെ സംസാരത്തിൽ നിന്ന് എന്നെ കാർത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ അവളെ കെട്ടുന്നതിൽ തെറ്റില്ല. എന്തൊക്കെ ഈ പറയുന്നത്? പറയുന്നതൊക്കെ ആലോചിച്ച് തന്നെയാ. അങ്ങനെ ഒരു തീപ്പൊരി പെൺകുട്ടിയെ ബന്ധുവാക്കിയ അവളെ വച്ച് നമുക്ക് കളിക്കാം. അച്ഛന്റെ മോന്റെയും പ്രതികാരം തീർക്കാനായിട്ട് ഒരുത്തി കെട്ടിക്കൊണ്ടു വന്ന അവസാനം അവള് നിങ്ങൾക്കൊക്കെ തന്നെയായിരിക്കും കുഴി തോണ്ടുന്നത്. ഈ നാട്ടില് തല ഉയർത്തി പിടിച്ചെന്ന അച്ഛനും മോനോട് ഞങ്ങള്. എന്നാൽ ഇന്ന് ഭയന്നൊരു മൂലയ്ക്ക് ഒതുങ്ങി കൂടിയിരിക്കുക. അതിന്റെ അപമാനവും നാണക്കേടും ഒരുപാടാ. ജഗനെന്ന് പറയുന്ന ഒരുത്തനെ വെട്ടി കീറിക്കഴിഞ്ഞ പിന്നെ പഴയതിനേക്കാൾ പ്രതാപത്തില് ഞങ്ങള് പുറത്തിറങ്ങും. ദേ ഇപ്പൊ തന്നെ കണ്ടോ, അവള് വീട് വിട്ടുപോയി. ഇപ്പൊ ഒരു ചെറിയ വീട്ടിലാ താമസം. ഭാര്യയും ഭർത്താവും രണ്ടായി കഴിഞ്ഞു എന്ന് വെച്ചാ തകർച്ച ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ടെന്നർത്ഥം. എന്ത് തകർച്ചയാ സദേട്ടാ? അവരുടെ മൂത്ത മോൻ ഡോക്ടറായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ അവര് പയ്യെ രക്ഷപ്പെട്ടോളൂ. ഒരിക്കലുമില്ല. അവളുടെ മൂത്ത മോൻ വിജയകുമാറിനൊപ്പം നിൽക്കുന്നവന് എന്നുവെച്ചാ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മോൻ അവളെ മിക്കവാറും തള്ളിക്കളഞ്ഞിട്ട് പോവെന്ന്. എങ്കിലവൻ നന്ദി കെട്ടവനാ. നീ എന്തിനാടി ഏതു നേരം അവളെ അവളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നേ? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പറഞ്ഞു കേട്ടിടത്തോളം ഈ വീടിന് ചേരുന്ന പെൺകുട്ടിയല്ല ഈ പറഞ്ഞ ചാരുലത. ഒന്നാമത് നമ്മുടെ മോൻ തല്ലാനും കൊല്ലാനും ഒക്കെ ആയിട്ട് നടക്കുക. അതിന്റെ കൂടെ അവനെ അടക്കി നിർത്തുന്ന ഒരു പെൺകുട്ടി വേണം അവന്റെ ഭാര്യയായിട്ട് വരാൻ. എങ്കിലേ അവൻ നന്നായിട്ട് ജീവിക്കൂ. ഇഷ്ടം പോലെ സ്വത്തും പണമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇല്ലാത്തത് മനസമാധാനമാ. അതുകൊണ്ട് കുടുംബം കുട്ടിച്ചോറാക്കുന്നോളുമാരെയൊന്നും ഇതിനകത്തോട്ട് കയറ്റാതിരുന്നാ നല്ലത്. ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞല്ലോ. വെച്ചു. എങ്കിൽ പോവാൻ നോക്ക്. ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കട്ടെ. ഇനി എച്ചിൽ പാത്രം എടുക്കാൻ നീ ഇങ്ങോട്ട് വന്നാ മതി. എത്രയെത്ര നല്ല ആലോചനകൾ വന്നതാ. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.